बिस्मिल्लाहिर्रहमानिर्रहीम इन्नल हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीका लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु या अय्युहल्लज़ीना आमनु तक़ुल्लाह हक़्क़ तुक़ातिह वला तमूतुन्न इल्ला व अंतुम मुस्लिमून या अय्युहन्नासु इत्तक़ू रब्बकुमुल्लज़ी ख़लक़कुम मिन नफ्सिन वाहिदा व ख़लक़ मिनहा ज़ौजहा व बस्स मिनहुमा रिजालन कसीरन व निसाअ वत्तक़ुल्लाहल्लज़ी तसाअलून बिही वल अर्हाम इन्नल्लाह कान अलैकुम रक़ीबा या अय्युहल्लज़ीना आमनु क़ूलू क़ौलन सदीदा व यग़फ़िर लकुम ज़ुनूबकुम व मन युतिइल्लाह व रसूलहु फ़क़द फ़ाज़ फ़ौज़न अज़ीमा अम्मा बअद फ़इन्न ख़ैरल हदीस किताबुल्लाह व ख़ैरुल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्लु मुहदसतिन बिदअह व कुल्लु बिदअतिन ज़लालह व कुल्लु ज़लालतिन फ़िन्नार। अस्सलामु अलैकुम व रहमतुल्लाहि व बरकाതുഹു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മദീന ബുക്ക് 2 രണ്ടാമത്തെ പുസ്തകം മദീന ബുക്കിൻ്റെ ആരംഭിക്കുകയാണ്. ബാറകല്ലാഹു ഫീക്കും. അദ്ദർസുൽ അവ്വൽ, ഒന്നാമത്തെ പാഠം. അപ്പോൾ സാധാരണ പോലെ തന്നെ പാഠം ആരംഭിക്കുക ഒരു സംഭാഷണം കൊണ്ടാണ്. സംഭാഷണത്തിലാണ് വ്യാകരണവും പഠിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് ഈ ലെസൺ ജസ്റ്റ് വായിക്കുക, അർത്ഥവും പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് വ്യാകരണം ചെയ്യാം. ഹാഷിമു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ സലാം പറയാണ്. ഹാഷിമു സലാം പറയാണ്. ആരോട്? അൽ മുദരിസിനോട്, അധ്യാപകനോട്. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹിൻ്റെ റഹ്മത്തും അള്ളാഹിൻ്റെ ബറക്കത്തും അള്ളാഹിൻ്റെ കാരുണ്യവും അള്ളാഹിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പോൾ അധ്യാപകൻ സലാം മടക്കാണ്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്കും സമാധാനം ഉണ്ടാകട്ടെ, അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടാകട്ടെ, അള്ളാഹിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഹാഷിം കൈഫ ഹാലുക് യാ ഉസ്താദ്. ഉസ്താദെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? ലഅല്ലക ബി ഖൈർ, പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് സുഖം തന്നെയാണ്. ലഅല്ല എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. പ്രതീക്ഷ, ഭയം. അപ്പോൾ ഈ പുസ്തകത്തിൽ പ്രതീക്ഷയാണ് പഠിപ്പിക്കുന്നത്. പ്രതീക്ഷ എന്നുള്ള അർത്ഥം ആയേക്കാം, നിങ്ങൾക്ക് ആയേക്കാം സുഖം, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്നൊരു പ്രതീക്ഷ, അതാണ് ലഅല്ല. അപ്പോൾ ലാലനെക്കുറിച്ച് കുറച്ച് ആഴത്തിൽ അറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. ലഅല്ല. അപ്പം ലഅല്ലക എന്ന് പറഞ്ഞാൽ നിനക്കായേക്കാം, പ്രതീക്ഷിക്കുന്നു നിനക്ക്. ബിഖൈർ, ഖൈർ എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മൾ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കൂലേ, അതിന് അറബിയിൽ പറയുന്നതാണ് ലഅല്ലക ബിഖൈർ. അപ്പം അതിനെന്താ മറുപടി പറയാം? അപ്പോൾ അധ്യാപകൻ മറുപടി പറയും അൽഹംദുലില്ലാ. അപ്പം അതിന് സാധാരണ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ എന്ന് അറബിയിൽ ചോദിച്ചാൽ, ലഅല്ലക ബിഖൈറിന് ചോദിച്ചാൽ മറുപടി സാധാരണ അൽഹംദുലില്ലാ എന്ന് പറയും. വകൈഫ ഹാലുക് അന്ത യാ ഹാഷിം. ഹാഷിമെ നിനക്കും എങ്ങനെയുണ്ട്? അന ഉഹിബ്ബുക കസീറൻ, ഞാൻ നിന്നെ ധാരാളം ഇഷ്ടപ്പെടുന്നു. ഞാൻ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അതൊരു ക്രിയയാണ്, ഫിഇലാണ്. ഇൻഷാ അല്ലാഹ് പഠിക്കും. ഉഹിബ്ബുക. അപ്പോൾ ദമീർ മുത്തസിൽ നമ്മൾ ഇസ്മിൻ്റെ കൂടെ പഠിച്ചു. കിതാബുക നിൻ്റെ പുസ്തകം, കിതാബി എൻ്റെ പുസ്തകം, കിതാബുഹു അവൻ്റെ പുസ്തകം, കിതാബുന ഞങ്ങളുടെ പുസ്തകം. അതേപോലെ ഈ ദമീർ മുത്തസിൽ ഫീലിൻ്റെ കൂടെയും വരും. അപ്പോൾ ഉഹിബ്ബുക
ഉഹിബു ഫീലാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ഇഷ്ടപ്പെടുന്നു. ക നിന്നെ. അപ്പോൾ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ലമീർ മുത്തസിൽ കിട്ടാൻ ആരെ എന്നുള്ള ചോദ്യം ചോദിക്കുക. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നു ആരെ? നിന്നെ. അങ്ങനൊരു ഉത്തരം കിട്ടും. അപ്പോൾ ഈ ലമീർ മുത്തസിൽ ഫീലിൻ്റെ കൂടെ വന്നാൽ അത് മുലാഫിൽ മറ്റേ മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹി. ഓക്കെ. അപ്പോൾ ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന ഒന്നാണ് മഫൂലും ബിഹി. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നു ആരെ? ക നിന്നെ. ഇസ്മിൻ്റെ കൂടെ ലമീർ മുത്തസിൽ വന്നപ്പോൾ അതെന്തായിരുന്നു? മുലാഫ്, മുലാഫിലെ മജ്റൂർ. കിതാബ് മുലാഫ്, ക മുലാഫിലെ മജ്റൂർ. അങ്ങനെ നമ്മൾ പഠിച്ച. ഇനി ഫീലിൻ്റെ കൂടെ പിന്നെ മറ്റേ ഈ ലമീർ മുത്തസിൽ വന്നാൽ അതെന്താ? മഫൂലും ബിഹിയാണ്. ആരെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത്. അപ്പം ഞാൻ ഇഷ്ടപ്പെടുന്നു നിങ്ങളെ കസീറൻ ധാരാളം. ഞാൻ നിങ്ങളെ ധാരാളം ഇഷ്ടപ്പെടുന്നു. യാ ഹാഷിം, ഹാഷിമേ. ഇന്നക ത്വാലിബുൻ സഖിയുൻ വ മുസ്തഹിദുൻ വ ദൂ ഖുലുഖിൻ. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്ന ഒരു പ്രധാന പദമാണ് ഒരു ഹർഫ്. അത് ഇന്നയാണ്. ഇന്ന എന്ന് പറഞ്ഞ ഹർഫാണ് നമ്മൾ ഈ അധ്യായത്തിൽ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്നത്. ഇന്നൻ്റെ അർത്ഥം തീർച്ചയായും, ഉറപ്പായിട്ടും, ഒരു സംശയമില്ല എന്ന അർത്ഥങ്ങളാണ് ഇന്നക്കുള്ളത്. തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും, ഒരു സംശയമില്ല. അതൊരു ഹർഫാണ്. നമുക്കറിയാമല്ലോ, ഒരു പദം കിട്ടിയാൽ നമ്മൾ ബുക്ക് 1 പഠിക്കുന്ന എന്താ, ഒരു പദം കിട്ടിയാൽ അത് ഇസ്മാണോ ഫിഅലാണോ ഹർഫാണോ എന്ന് ആദ്യം അറിയണം. അപ്പോൾ ഇന്ന ഇസ്മല്ല, ഫിഇലല്ല, പിന്നെന്താ? ഹർഫാണ്. അപ്പോൾ ഇന്ന തീർച്ചയായും, ഇന്നക നീ, അങ്ങനെ അർത്ഥം വരാം. എങ്ങനെ? ഈ ദമീർ മുത്തസിൽ ഹർഫിൻ്റെ ഇന്ന എന്ന ഹർഫിൻ്റെ കൂടെയും വരാം. ദമീർ മുത്തസിൽ ഇന്ന എന്ന ഹർഫിൻ്റെ കൂടെയും വരാം. അപ്പോൾ എങ്ങനെ അർത്ഥം വരാം? ഇന്നഹു തീർച്ചയായും അവൻ, ഇന്നഹ തീർച്ചയായും അവൾ, ഇന്നക തീർച്ചയായും നീ, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ഇന്നന തീർച്ചയായും ഞങ്ങൾ, ഇന്നി തീർച്ചയായും ഞാൻ. അപ്പോൾ ആ രീതിയിലാണ് ഇന്നൻ്റെ കൂടെ ലമീർ മുത്തസിൽ വന്നാൽ അർത്ഥം വരാം. അപ്പോൾ നമ്മൾ 3 ലമീർ മുത്തസിൽ പിന്നെ വരുന്നു പഠിച്ചു. ഒന്ന് ഇസ്മിൻ്റെ കൂടെ, അപ്പോൾ അത് മുലാഫിലെ മജ്റൂറാണ്. കിതാബുക, കിതാബുക്കുമ, കിതാബുക്കും, അങ്ങനെ പോകും. പിന്നെ ഫീലിൻ്റെ കൂടെ കുറച്ച് നേരത്തെ ഇതിന് മുന്നത്തെ വാക്യത്തിൽ പഠിച്ചു. ഉഹിബുക. ഫീലിൻ്റെ കൂടെ വന്ന ആ ലമീർ മുത്തസിൽ എന്താണ്? മഫ്ഊലും ബിഹി. മഫ്ഊലും ബിഹി. ആരെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടും. ആ ഫീലിനോട് ആരെ എന്ന് ചോദിച്ച ഉത്തരം കിട്ടും. ആരെ ഇഷ്ടപ്പെടുന്നു? ഓക്കെ. ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. ആരെ? ക നിന്നെ. അങ്ങനെ ഉത്തരം കിട്ടുന്നതാണ് മഫ്ഊലും ബിഹി. പിന്നെ 3 ലമീർ മുത്തസിൽ ഈ ഹർഫു ഇന്നൻ്റെ കൂടെ വരുന്നതാണ്. ഓക്കെ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഏത് ഹർഫിൻ്റെ കൂടെയും വരും. ഹർഫ് ജറിൻ്റെ കൂടെയും വരും. നമ്മൾ പഠിച്ചതാ. ഫീഹി, ഫീഹ നമ്മൾ പഠിച്ചതാണല്ലോ. ഫീന, അലൈഹി, അലൈഹ, അലൈന എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഇലൈഹി, ഇലൈഹ, ഇലൈന. ആ ഹർഫിൻ്റെ കൂടെ ഒക്കെ ലമീർ മുത്തസിൽ വന്നപ്പോൾ അവിടെ എന്തായിരുന്നു? ഹർഫു ജർ, ഇസ്മ മജ്റൂർ, ജാറുമ മജ്റൂർ, ശിബു ജുംല, ഖബറാണെങ്കിൽ ഖബർ എന്ന് പറഞ്ഞു. മുബ്തദൻ്റെ ഖബറാണെങ്കിൽ ഖബർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അങ്ങനെ വരാം. ഹർഫു ജറിൻ്റെ കൂടെ വന്നു. ഇതെന്താ? ഇന്ന. ഇന്ന എന്ന് പറഞ്ഞാൽ ഇന്നൻ്റെ കൂടെ ലമീർ മുത്തസിൽ വന്നാൽ അത് ആ ലമീർ മുത്തസിൽ എന്താണ്? പിന്നെ മൻസൂബായിരിക്കും. മൻസൂബ്. ഇന്ന എന്ത് ചെയ്യും? ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇന്നൻ്റെ കൂടെ ദമീർ മുത്തസിൽ വന്നാൽ അത് മൻസൂബായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നക തീർച്ചയായും നീ ത്വാലിബുൻ സഖിയുൻ.
ബുദ്ധിയുള്ളൊരു വിദ്യാർത്ഥിയാണ്. വ മുജ്തഹിദുൻ, കഠിനാധ്വാനിയാണ്. വ ദൂ ഖുലുഖിൻ, നല്ല സ്വഭാവം ഉള്ള ആളുമാണ്. ദൂ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയാണ്, അതായത് ഉള്ള. അപ്പോൾ ദൂ ഖുലുഖിൻ, ഖുലുഖിൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള. അപ്പോൾ ദൂ ഖുലുഖിൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമസ്ഥൻ. ദൂ മാലെന്ന് പറഞ്ഞാലോ സമ്പത്തുള്ള ആൾ. ദൂ മാലെന്ന് പറഞ്ഞാൽ സമ്പത്തുള്ള ആൾ. അപ്പോൾ അങ്ങനെ ഉള്ള എന്നുള്ള അർത്ഥമാണ് ദൂക്ക് വരാം. ദൂ ഖുലുഖിൻ, ദൂ മാലിൻ സമ്പത്തുള്ള ആൾ, ദൂ ഇൽമിൻ അറിവുള്ള ആൾ, ദൂ ഇൽമിൻ അറിവുള്ള ആൾ. അപ്പോൾ ഈ ദൂ ഖുലുഖിൻ അതിൻ്റെ ഘടന എങ്ങനെയെന്ന് വെച്ചാൽ ദൂ മുദാഫായിരിക്കും, ഖുലുഖിൻ മുദാഫിലെ ആയിരിക്കും, മജ്റൂറായിരിക്കും. അതുകൊണ്ടാണ് ദൂ ഖുലുഖിൻ മുദാഫിലെ മജ്റൂർ, ഖുലുഖിന് കസറായിരിക്കും. ദൂ മാലിൻ, അപ്പോൾ ദൂ മുദാഫ്, മാലിൻ മുദാഫിലെ മജ്റൂർ. ദൂ ഇൽമിൻ, ദൂ മുദാഫ്, ഇൽമിൻ മുദാഫിലെ മജ്റൂർ. അപ്പോൾ ഇന്നതിനെക്കുറിച്ച് കുറച്ച് പറയാം ഇൻഷാ അല്ലാ. ഇതെല്ലാം PDF ആയിട്ട് ടെക്സ്റ്റായിട്ട് എഴുതിയിട്ടും താഴെ മെല്ലെ മെല്ലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആവർത്തിച്ചുകൊണ്ടിരിക്കും. ബുക്ക് കൊണ്ട് നമ്മൾ പഠിച്ചല്ലോ, ബുദ്ധിമുട്ടുള്ളതൊക്കെ എളുപ്പമായി മാറി. പിന്നെ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പം എല്ലാം എളുപ്പമായി. ഇൻഷാ അല്ലാ ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസമുണ്ടാവും. പക്ഷെ അത് നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെടുത്തരുത്. പഠനവുമായിട്ട് മുന്നോട്ട് പോകണം. ബാറക്കല്ലാഹു ഫീക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇൻഷാ അല്ലാ മനസ്സിലാവും. ഇന്ന, ഈ ഹർഫു ഇന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ജുംല ഇസ്മിയയിലാണ് പ്രവേശിക്കുക. ഹർഫു ഇന്ന നസ്ബ്, ഹർഫു ഇന്ന നസ്ബ്, ഹർഫു തൗക്കീദ് വ നസ്ബ്. ഹർഫു ഇന്നന ഹർഫു തൗക്കീദ് എന്ന് എന്താ പറയും? തൗക്കീദ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണെന്ന് പറയുന്നതുകൊണ്ടാണ് തൗക്കീദ് എന്ന് പറയാം. വൻ നസ്ബ് എന്ന് പറഞ്ഞാൽ അത് ഇസ്മിനെ നസ്ബാക്കും, മൻസൂബാക്കും. അതുകൊണ്ടാണ് ഹർഫു ഇന്ന ഹർഫു തൗക്കീദ് വൻ നസ്ബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം, എന്നിട്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാ. ജുംല ഇസ്മിയയിലാണ് ഹർഫു ഇന്ന പ്രവേശിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അൽ കിതാബു സഹലുൻ, അത് നമ്മൾ പഠിച്ചതാണ്. പുസ്തകം എളുപ്പമുള്ളതാണ്. അൽ കിതാബു സഹലൻ, പുസ്തകം എളുപ്പമുള്ളതാണ്. അപ്പോൾ അൽ കിതാബു എന്താ? മുബ്തദഉൻ മർഫൂൻ. സഹലുൻ എന്താ? ഖബറുൻ മർഫൂൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. സഹലുൻ ഖബറുൻ മർഫൂൻ. ഇനി ഇങ്ങനത്തെ ജുംല ഇസ്മിയയിലാണ് ഇന്ന പ്രവേശിക്കുക, തീർച്ചയായും ഉറപ്പായെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ ഈ ജുംല ഇസ്മിയൊക്കെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇനി ജുംല ഇസ്മിയ എങ്ങനെ വരാം? ഇനി അൽ കിതാബു സഹലൻ എന്നല്ല വരാം, സഹലുൻ എന്നല്ല വരാം. പിന്നെയോ ഇന്നൽ കിതാബ സഹലുൻ, ഇന്നൽ കിതാബ സഹലുൻ. അപ്പോൾ ഇന്ന ഈ ജുംല ഇസ്മിയ അൽ കിതാബു സഹലുനിൽ പ്രവേശിക്കുന്നതോടെ എന്ത് സംഭവിക്കുന്നു? ഇന്നൽ കിതാബ എന്നായി. ആ അൽ കിതാബു മർഫു എന്തായി? അൽ കിതാബ മൻസൂബായി. അപ്പോൾ ഇന്ന ഈ ജുംല ഇസ്മിയിൽ പ്രവേശിക്കുമ്പം ആ മർഫുവായ ഇസ്മിനെ മൻസൂബാക്കും. അപ്പോൾ ഇന്നൽ കിതാബ എന്ന് പറയാം. ഇന്നൽ കിതാബ സഹലുൻ. ആ ഖബറിന് മാറ്റം വരുത്തില്ല, ഖബർ മർഫു തന്നെ ആയിരിക്കും, സഹലുൻ. അപ്പോൾ ഇനി ഇത് മുബ്തദയും ഖബറും അല്ല, കാരണം മുബ്തദ മർഫു ആണ്. പക്ഷേ ഇവിടെ കിതാബു മർഫു എന്താ? മൻസൂബായി. അപ്പോൾ അൽ കിതാബുവിനെ ഇനി മുബ്തദ എന്ന് പറയില്ല, പിന്നെ എന്താ പറയുക? ഇസ്മു ഇന്ന. ഇനി മുബ്തദ എന്ന് പറയില്ല, കാരണം മുബ്തദ അല്ല ഇതിപ്പം, മുബ്തദ മർഫു ആണ്. ഇന്ന വന്നതോടെ എന്തായി? ഇന്നൽ കിതാബ, അൽ കിതാബ മൻസൂബായി, ഫത്തഹായ അവസാനത്തെ അക്ഷരത്തിൻ്റെ അടയാളം ഇന്നൽ കിതാബ. അപ്പോൾ ഇനി ഇത് മുബ്തദ മർഫു എന്നല്ല പറയാം, പിന്നെന്താ പറയുക? ഇസ്മു ഇന്ന മൻസൂബ്, ഇസ്മു ഇന്ന മൻസൂബ്.
പിന്നെ സഹലുൻ എന്തായി? സഹലുൻ മാറ്റില്ല. അപ്പം അത് ഖബറു ഇന്ന മർഫു. അത് ഖബറു ഇന്ന മർഫു. അപ്പോൾ ഇന്നൽ കിതാബ സഹലുൻ, തീർച്ചയായും പുസ്തകം എളുപ്പമുള്ളതാണ്. ഒരു സംശയമില്ല, പുസ്തകം എളുപ്പമുള്ളതാണ്. അപ്പോൾ ഇന്നെന്താ? ഹർഫു തൗക്കീദ് വന്നസ്ബ്. അൽ കിതാബ എന്താ? ഇസ്മു ഇന്ന മൻസൂബ്. സഹലുൻ എന്താ? ഖബറുൻ മർഫൂൻ. അപ്പോൾ ഇനി മുബ്തദ ഖബർ എന്നല്ല പറയാം, പിന്നെന്താ? ഇസ്മു ഇന്ന മൻസൂബും ഖബർ മർഫൂൻ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ നമുക്കറിയാം ജുംല ഇസ്മിയിൽ 5 ഇനങ്ങളുണ്ട് ഖബർ. ഒറ്റ വാക്കിൽ വരുന്ന ഖബറുണ്ട്, ഹർഫു ജർ ഇസ്മു മജ്റൂർ ശുബ് ജുംല ഖബറുണ്ട്, ലർഫ് ഖബറുണ്ട്, ജുംല ഇസ്മിയ ഖബറുണ്ട്, ജുംല ഫീലിയ ഖബറുണ്ട്. ഈ 5 ടൈപ്പ് ഖബർ നമ്മൾ ജുംല ഇസ്മിയയിൽ പഠിച്ചതാണ്. ഇതേ 5 ടൈപ്പ് ഖബർ ഈ ഇന്ന പ്രവേശിക്കുമ്പോഴും ജുംല ഇസ്മിയയിൽ പ്രവേശിക്കുമ്പോഴും വരും. അതിലൊന്ന് ഇപ്പം നമ്മൾ പഠിച്ചു, ഇന്നൽ കിതാബ സഹലുൻ, ഖബറുൻ മർഫൂൻ സഹലുൻ, ഒറ്റ വാക്കിൽ വരുന്ന ഖബർ. ഇനി അതേപോലെ ഇന്ന ജുംല ഇസ്മിയയിൽ ഹർഫു ജർ ഇസ്മു മജ്റൂറിൽ വരാം, ലർഫ് ഖബറിൽ വരാം, ജുംല ഇസ്മിയ ഖബറായിട്ട് വരാം, ജുംല ഫീലിയ ഖബറായിട്ട് വരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിർത്താം. എല്ലാം ആവർത്തിച്ചിട്ട് വരും. PDF ഉണ്ടാകും, എഴുത്തിലൂടെയും ഇൻഷാ അല്ലാഹ് ടെക്സ്റ്റ് മെസ്സേജിലൂടെയും. പിന്നെ ഈ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. ബാറക്കല്ലാഹു ഫീക്കും.